ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗൈസ്, അങ്ങനെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇല്ലേ നമ്മുടെ ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ പാർട്ട് 2 എടുക്കാൻ പോകട്ടെ. ഇതിപ്പോൾ കണ്ടേ അതല്ലെങ്കിലും അങ്ങനെയാണ് ഗൈസ്. പിന്നെ കഴിഞ്ഞ വീഡിയോക്ക് കണ്ടവർക്ക് മനസ്സിലാവും. നമ്മൾ പിന്നെ ഒരു ലോഡൊക്കെ എടുത്തിട്ട് ആണെങ്കിൽ എന്തോ ഗൈസ് നമ്മളിങ്ങനെ എടുക്കാൻ പോവല്ലായിരുന്നു ലോഡ് ഡെലിവറി. അപ്പോൾ പിന്നെ 20 മിനിറ്റോളായി വീഡിയോ. ഇപ്പോൾ പിന്നെ നമ്മളെ അടുത്ത വീഡിയോ എടുക്കാൻ പോകട്ടോ. അല്ല ഗൈസ്, ഇപ്പം എന്താ ഒത്തിരി വട്ടം ഈ ബാക്ക് അടിച്ചു പോണേ? അപ്പം ഇതെന്തത് ഗൈസ്, പിന്നെയും ബാക്ക് അടിച്ചു പോയി. അല്ല ഗൈസ്, ഇന്ന് എന്തെങ്കിലും പറ്റിയ? ഇന്നലെ തൊട്ട് ഇത്രയും ബാക്ക് അടിക്കലില്ലായിരുന്നല്ലോ, ഇപ്പം എന്താ ഇത്ര വലിയ ബാക്ക് അടിക്കൽ? ഗൈസ്, പണി കിട്ടിയ ഗൈസ്? എന്നാൽ എനിക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഈ ജി ബോക്സിൽ പോയിട്ട് ഒരു കാര്യം ചെയ്യാം. ഇതങ്ങ് റീസെറ്റൊക്കെ അടിക്കാം, അന്നേരം റീസെറ്റ് ആവുമല്ലോ, പിന്നെ ബാക്ക് അടിക്കത്തില്ല. നമുക്ക് പെട്ടെന്ന് പോയിട്ട് അങ്ങ് ഓപ്പൺ ചെയ്യാം. ഇനിയിപ്പോൾ കുഴപ്പം കാണില്ല. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത അവിടം വരെ ഇല്ലേ ബാക്ക് അടിച്ച് പോയി കാണും. പിന്നെ വണ്ടി സ്റ്റോക്കും ആയിപ്പോവും. അതൊരു പ്രശ്നം ഗൈസ്. ഇതിപ്പോൾ പണിയോ? എന്നാൽ ഗൈസ്, എനിക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ബസ് സിമുലേറ്റർ ഇന്ത്യയുടെ വീഡിയോ ഇറക്കാം. മറ്റേതാണെങ്കിൽ ഇപ്പോൾ ലോഡാവുന്നില്ലേ ഗൈസ്. പിന്നെ വീഡിയോ കാണുന്നതന്നെ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് അടിച്ചോട്ടോ. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ തന്നെ ഓടായി, ഒരു വട്ടം പോലും ബാക്ക് അടിച്ചില്ല. പക്ഷെ മറ്റേത് എത്ര വട്ടം അടിക്കണേ? അതിപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അതിപ്പോൾ ഒന്നും വിഷയമുള്ള കാര്യമില്ല ഗൈസ്. നമുക്കിപ്പോൾ ക്ലെയിം ചെയ്യാം ഗൈസ്. ഇത് പിന്നെ കണ്ടില്ലേ നമ്മളെ ബാങ്ക് അക്കൗണ്ട് കണ്ടോ? അവിടെ പിന്നെ കാണാൻ പറ്റും നമ്മുടെ ബാങ്ക് അക്കൗണ്ട്. ഇവിടെ പിന്നെ കണ്ടില്ലേ നിങ്ങൾ, നമുക്ക് 6,12,64 ഉണ്ട്. അത്രയും നാക്കുണ്ട്. ഇനി നാക്ക് ഇല്ലേ മറ്റേ ഈ ബസ്സില്ലേ ഇത്രയും വലിയ നമ്മുടെ സഫാർ SHD, ഇത് വാങ്ങിക്കണമെങ്കിൽ 20 ലക്ഷം ആക്കണം. ഇതിപ്പോൾ പെട്ടെന്നാക്കാൻ പറ്റുമോ? ഇത് പിന്നെ 1 ലക്ഷത്തിന് നമ്മൾക്ക് കിട്ടിയത് ഗൈസ്. അപ്പോൾ നമുക്ക് ആളെ പിക്ക് ചെയ്യാൻ പോകട്ടോ. ആളെ പിക്ക് ചെയ്യാനല്ല, നമുക്ക് ക്യാരി കളിക്കണോ ഈ മോഡ് കളിക്കണോ? ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് ക്യാരി ടെർമിനൽ കളിക്കാം ഗൈസ്. നമുക്ക് പിന്നെ കൊച്ചി തൊട്ട് എവിടെ വരെ പോകണ്ട ഗൈസ്? കോയമ്പത്തൂർ വരെ പോയാലോ? എന്ത് പറയണു? അല്ലേ വേണ്ട, നമുക്ക് സ്ഥലം വരെ പോവാം. വേണ്ട, അവിടം വരെ ഒത്തിരി ദൂരമാണ്. നമുക്ക് കോയമ്പത്തൂർ തൊട്ട് സ്ഥലം വരെ പോവാം. അതാണെങ്കിൽ പിന്നെ അധികം ദൂരം ഇല്ലല്ലോ. ലെറ്റ്സ് ഗോ ഗൈസ്. പിന്നെ ഇതിൽ പിന്നെ ലോഡൊന്നും ഇല്ല, അതെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഇതിൽ നിന്നൊക്കെ ആൾക്കാർ പിക്ക് ചെയ്താൽ മതി. ലെറ്റ്സ് ഗോ. നമ്മളപ്പോൾ പിക്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. പിന്നെ ഈ ബസ് പിന്നെ ഒരു കുഴപ്പമില്ലാണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ പിന്നെ ഡാമേജൊക്കെ നല്ലോണം പണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വലുതായിട്ട് അങ്ങനെ ഡാമേജ് ആക്കുന്നില്ല. ഗൈസ്, ഇപ്പോൾ പോയി ഇടിക്കണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ഒന്നും ഇഷ്ടമുള്ള കാര്യമില്ല. നമ്മൾ ഒരു പരുവത്തി ഓടിക്കുന്ന ആളും പിന്നെ നമ്മൾ ഒരു പ്രോ ഡ്രൈവറല്ലേ ബസ് സിമുലേറ്റർ ഇന്ത്യയിലെ. ഇത് കണ്ടില്ലേ, ഞാൻ സിഗ്നൽ പോലും നോക്കിയില്ല. അപ്പോഴും വരെ 1 മിനിറ്റ് ഗൈസ്. ഇതെന്ത് ഇവിടെ ഇവർ പറഞ്ഞേക്കണേ? ഇത് ടെർമിനലാണല്ലോ. ഞാൻ കൊടുത്ത സ്ട്രീറ്റ് കൊടുത്തില്ല. നമുക്ക് ഡോറ് നോക്കാം. ആരെങ്കിലും വരുമോ കയറാൻ? അങ്ങനെയാണെങ്കിൽ പറ്റുമോട്ടോ ഗൈസ്. ഇതൊക്കെ അവിടെ പറ്റിക്കാൻ നോക്കി ഇവന്മാരൊക്കെ കയറാൻ വരുന്ന ആൾക്കാരാണോ? എനിക്ക് തോന്നില്ല കേട്ടോ, എനിക്ക് തോന്നില്ല. ഇവർ പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇതിപ്പോൾ പണി പാളി കേട്ടോ. നമുക്കപ്പോൾ ഇത് കളിക്കണ്ട, സേവ് ആൻഡ് എക്സിറ്റ് കൊടുക്കാം കേട്ടോ ഗൈസ്. എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ക്യാരി മോഡ് മാറ്റിയിട്ട് വേറെ നോക്കാം. എന്നാൽ നമ്മൾ മുന്നേ സെറ്റ് ചെയ്തില്ല, അത് തന്നെ ചെയ്യാം. കൊച്ചി തൊട്ട് കോയമ്പത്തൂർ വരെ നമുക്ക് പോകാം. കോയമ്പത്തൂർ പക്ഷെ നമ്മൾ കേരളത്തിലല്ല, തമിഴ്നാട്ടിലാണ്. അതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതെന്തിനാന്ന് തമിഴ്നാട്ടിലാക്കി ഗൈസ്. അപ്പോൾ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ചവിട്ടാം.
ഓ എനിക്ക് വയ്യ ചെയ്ത് നോക്കാൻ. അപ്പോൾ നമുക്ക് സ്കിപ്പ് അടിച്ചങ്ങ് പടച്ചു വിടാം. ഡ്രൈവ് ടു കോയമ്പത്തൂർ. ഓക്കെ, അപ്പോൾ നമുക്ക് കോയമ്പത്തൂർ വരെ പടച്ചു വിടാം. ഒന്നും നോക്കണ്ട. ലെറ്റ്സ് ഗോ. ഓക്കെ, ബെസ്റ്റ് ഇതേ പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ പോവാം ഗൈസ്. എന്നാലും ഗൈസ്, ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യക്ക് എന്താണ് പറ്റിയത്? ഇതിപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്ത്യയുടെ പാർട്ട് 1 എടുക്കാൻ പോകണം. അയ്യോ, ഇതെന്തിനാ ഞാൻ പിന്നെ റിവേഴ്സ് ചവിട്ടിയേ ഗൈസ്? അപ്പോൾ നമുക്ക് പോവാട്ടോ, സമയമായേ ഗൈസ്. ആ ഫ്രണ്ടിൽ പോകുന്ന വെള്ള വണ്ടിയില്ലേ, അത് നിങ്ങൾക്ക് മനസ്സിലായി ഏതാന്ന്? അറിയാവുന്നവർ കമൻറ്റ് ചെയ്തേക്ക്. ഇപ്പോഴേ കമൻറ്റ് ചെയ്യാൻ ഉള്ളവർ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. വണ്ടിയുടെ ബാക്ക് വശം കണ്ടിട്ടേ ഉള്ളൂ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ സൈഡ് കാണിക്കത്തില്ലേ. പെട്ടെന്ന് കമൻറ്റ് ചെയ്യാനുള്ളവർ പെട്ടെന്ന് കമൻറ്റ് ചെയ്തു ഗൈസ്. ഈ വണ്ടി ഏതാണെന്ന് മനസ്സിലായി ഇപ്പോൾ നമുക്ക്. ഞാൻ എന്താ കാണിച്ചു തരാം. ഈ മിററായി കൂടി കാണിക്കാം. ഇതേ കണ്ടില്ലേ? ഇതേ നമ്മുടെ മറ്റേ ബെൻസിൻ്റെ വണ്ടി കേട്ടോ, ബെൻസ്. കണ്ടില്ലേ? നിങ്ങൾ പിന്നെ ശ്രദ്ധിച്ച ആ ബെൻസില്ലേ ഒത്തിരി റിയലിസ്റ്റിക് ആയിട്ടല്ലേ അവർ പണം നിൽക്കുന്നത്. അതല്ലേലും എല്ലാ ഗെയിമിലും ഉള്ളതാ. അതിപ്പോൾ വിഷയമില്ല. നമുക്ക് റിയലിസ്റ്റിക് ആവണ്ട. ജസ്റ്റ് ഒരാളെ പിക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ആ സ്ഥലത്ത് എത്തിപ്പിച്ചാൽ മതി. എൻ്റെ പൊന്നെ ഗൈസ്, ഇതെന്തത്? പക്ഷെ എൻ്റെ പൊന്നെ, നമുക്കൊന്ന് ഔട്ട് സൈഡ് ക്യാമറയിൽ നോക്കാം. പക്ഷെ എൻ്റെ പൊന്നെ ഗൈസ്, ഇത് എന്നാ കുലുക്ക ഈ ബസ്? കുലുക്ക് ബസ്സാണോ ഇത്? കുലുക്കം ബസ്. പിന്നെ കുലുക്കാനേ ആണോ കൊള്ളുകൊള്ളോ? അപ്പം ഇതിട്ട് കുലുക്കാട്ടോ ഗൈസ്. അപ്പോൾ ഒന്ന് കുലുക്കി നോക്കാം ഗൈസ്. ഇത് വെച്ച് കുലുക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ ഗൈസ്, ഇത് കണ്ടില്ലേ? ഞാൻ ആ മറിഞ്ഞ് വീഴാന്നേ വരെയാ കൺട്രോൾ ചെയ്തേ. ഇതുണ്ടില്ലേ? അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓ ഗൈസ്, ജസ്റ്റ് മിസ്സാട്ടാ. ഹൈവേ അല്ലേ, നമുക്ക് കയറ്റി അങ്ങ് വിടാം. ഇപ്പം എന്തായാലും നല്ല ഹൈവേ ആണ്ട് നമുക്ക് നല്ല സ്പീഡിലും വിടാം ഗൈസ്. പിന്നെ നമുക്ക് 102 ആക്കാട്ടോ. നമുക്കൊരു 102 പോവാം. ഗൈസ്, എൻ്റെ പൊന്നെ, ആ ബസ് പോയി. നമ്മൾ ഇപ്പം നിൽക്കുന്നിട ഇല്ലേ, പാലക്കാട് കേട്ടോ. മറ്റേ കൊച്ചിയാണ്. ഇപ്പം നമ്മൾ പാലക്കാടേ. പക്ഷെ എൻ്റെ പൊന്നെ, ഇത് എന്തത്? ഇവിടെ ഭയങ്കര ട്രാഫിക്കാണല്ലോ. അതുകൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മച്ചേ. ഓ ഗൈസ്, ഇത് എന്ത് ഇടിയാൻ മുന്നേ ഇടിച്ച്. പക്ഷേ ഷോർട്ട് കട്ട് അറിയാനും പറ്റിയില്ല. അല്ലെങ്കിൽ ആ സ്വിഫ്റ്റുകാരനൊരു ബോധമില്ല. അതിന് ബോധമില്ല, ഒന്നുമില്ല. ആ ബൊളേറക്കാരൻ പോവും. അയാൾ മാറിയില്ല പോലെ ബൊളേറ ഗൈസ്. പിന്നെ നമുക്ക് ഓണൊക്കെ അടിച്ചു പോവാട്ടോ. ഈ ഗൈസ് മഴ പെയ്യുന്നു. അല്ല, ഞാൻ എന്തിനാ ഔട്ട് സൈഡ് ഡ്രൈവ് വെച്ചേ? ഇൻസൈഡ് ഡ്രൈവ് മതി ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഈ ഫ്രണ്ടിൽ പോകുന്ന ഈ വണ്ടി ഏതാണെന്ന് മനസ്സിലായ? ആ വണ്ടിയുടെ പേര് ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. എനിക്ക് പിന്നെ അറിയാം, പക്ഷെ ഞാൻ നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞേ. പെട്ടെന്ന് കമൻറ്റ് ചെയ്തോണം കേട്ടോ. അധികം സമയം തരത്തില്ല. കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ വണ്ടിയുടെ പേര് മാത്രം കൊടുത്താൽ മതി. ആ മോഡലൊന്നും തരണ്ട കേട്ടോ. ജസ്റ്റ് പേര് കൊടുത്താൽ മതി. അയ്യോ ഗൈസ്, അപ്പോൾ പടച്ചു വിടാം. ഒരു മിനിറ്റ്, ഇവന്മാരൊക്കെ കയറ്റി വിട്ടാ. ഞാനെന്താ സ്പീഡ് കുറച്ചെന്ന് കരുതി അവന്മാർക്ക് കയറ്റി വിടാമെന്നോ ഗൈസ്. പിന്നെ ഞാൻ ആ വണ്ടി ഏതാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ് മരിക്ക്. അപ്പോൾ ഈ ബൊളേറക്കാരൻ മാറുമോ? നമുക്കെന്നാ ഡാഷ് അടിച്ച് നോക്കാം. ഓ, ഡാഷ് അടിച്ചിട്ട് ഈ പൊട്ട മാറിയില്ല കേട്ടോ. അതിപ്പോൾ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഗൈസ്. അപ്പം ഒരു പരുവത്തി ഇതുവഴി കൂടി പോവാം. ഇതിനെ കണ്ടില്ലേ ഗൈസ്? ഇത് മറ്റേ നമ്മുടെ സ്കോഡയുടെ വണ്ടി കേട്ടോ. ഉണ്ടോ? നിങ്ങൾക്ക് പിന്നെ ആ മിററിൽ കാണാൻ പറ്റും. അതാ സ്കോഡ. നമുക്ക് പിന്നെ വൈപ്പർ എന്തിനാ ഓൺ ചെയ്ത് തരണേ?
വേണമെങ്കിൽ ഇങ്ങനെ കിടന്നോട്ടെ. പിന്നെ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ അപ്പോഴും കിടന്ന് അടിച്ചു പോയി. നമുക്ക് പിന്നെ ഇപ്പോൾ അടച്ചു പോകട്ടെ. നമുക്ക് പെട്ട സ്ഥലത്തിലെത്തിക്കണം. നമ്മുടെ മുന്നത്തെ ആ ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യ ഇല്ലേ, അതിലേക്കൂട്ട് നമ്മൾ 20 മിനിറ്റായിട്ട് ലേറ്റ് ആവാൻ പാടില്ല. ഇത് പിന്നെ ഇതിൻ്റെയും പാർട്ട് 1 കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ ഗായ്സ്, ഇത് കണ്ടില്ലേ 142 കാണുന്നു. ഇതെന്നാ സ്പീഡാ ഗായ്സ്? ഇതെന്താ ജെറ്റാണോ? ഭയങ്കര സ്പീഡിൽ പോകുന്നു. ഒന്ന് ഇറക്കം കയറിയതാണല്ലോ, അപ്പം ഇതേണ്ടേ 149 വരെ കിടന്നു. പക്ഷെ എൻ്റെ പൊന്നെ 150. പക്ഷെ എൻ്റെ പൊന്നെ ഗായ്സ്, ഇതുള്ളോട്ടെ നമുക്കത് ഈ സ്പീഡിൽ പോവാം. പക്ഷെ എൻ്റെ പൊന്നെ ഗായ്സ്, ഇത് ഭയങ്കര സ്പീഡാട്ടെ, നൈസായിട്ടുണ്ട്. എന്നാലും ഗായ്സ് നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരു ബസ്സിന് 150 കിലോമീറ്റർ, ഇത്രയും പവറുള്ള ബസ്. ഗൈസ് ഈ വണ്ടിക്ക് തന്നെ നല്ല പവറാണ്. അപ്പോൾ നമ്മളെ സഫാർ SHDയുടെ കാര്യം ഒന്ന് ഓർത്ത ഗൈസ്. അപ്പോൾ ഭയങ്കര പവറല്ലേ. പിന്നെ നമ്മുടെ ചാനൽ പേര് റേസ് ഗെയിമർ എന്നാണ് സത്യത്തിയാട്ടോ. ഞാൻ പിന്നെ മറ്റേ ചാനൽ ധ്രുപതെന്ന് പറഞ്ഞതേ ഉള്ളൂ ജസ്റ്റ്. പിന്നെ നമുക്ക് 101 മിനിറ്റ് അല്ല, ഇതെന്താ ഇപ്പോൾ 150 മാറിയേ? വരിക്ക് 150 കയറ്റാടാ അങ്ങോട്ട്. അല്ല പിന്നെ അന്നെ താഴോട്ട് പോകണ്ട ഗൈസ്. 1 മിനിറ്റ് അവനോട് കൂട്ടാൻ പറഞ്ഞപ്പോൾ ഇവൻ ഇത്രയും കൂട്ടിയാ. എടാ എന്നാലേ 156 കൂടി ആക്ക്. നമുക്ക് ആ സ്പീഡിൽ പഠിപ്പിച്ച് പോവാം ഗൈസ്. അതല്ലേ ഗൈസ് നല്ലത്. ഗൈസ് ഇപ്പം തന്നെ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് ഈ സ്പീഡാണ് ഇടാം. ലെറ്റ്സ് ഗോ ഇട്ട് ഗൈസ്. എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും നല്ല വണ്ടിയാണോന്ന്. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയറും ചെയ്യണം, എല്ലാവർക്കും കമൻറ്റ് ചെയ്യാനും പറയണം ഗൈസ്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ എത്രയെന്നാ തോന്നിന്നുണ്ട്. ഇതൊന്ന് ഇത്രയെന്നാ. നമുക്കെന്നാ മാപ്പ് എടുത്ത് നോക്കിയാലോ. ഗൈസ് ഇപ്പം എന്താ കുറഞ്ഞേ? ഇത് കള്ളക്കളി കേട്ടോ ഗൈസ്, ഇത് കള്ളക്കളിയായി കുറഞ്ഞേ. എന്നാ കൂട്ടാം ഗൈസ്. 1 മിനിറ്റ് നമുക്ക് ഇൻഡിക്കേറ്ററൊക്കെ ഇടാം. ബ്രേക്ക് കിട്ടിയില്ല. ബെസ്റ്റ് ഇതേ പിടിച്ചേറ്റി. എന്നാലും ഞാൻ നല്ല ഇടിയാ ഗൈസ് ഇടിച്ചേ, കണ്ടില്ലേ? പിന്നെ നമ്മൾ നല്ല ഇടി ഇടിച്ചു. അതിപ്പോൾ നിശ്ചയുള്ള കാര്യമില്ല, നമുക്ക് പോവാം ഗൈസ്. പിന്നെ ഞാൻ സ്പീഡ് സ്റ്റോപ്പ് വെക്കട്ടെ. ഇനി ഇതിങ്ങനെ പോട്ടെ. അത്യാവശ്യമായിട്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കണം ഗൈസ്. ഇപ്പോൾ ഒരു വളവുണ്ട്, അതും കൂടി ഒന്ന് വളയ്ക്കാം. ശബരിമലയ്ക്ക് ഇതെന്തോ അങ്ങനെ വേണമെങ്കിൽ. പക്ഷെ എൻ്റെ പൊന്നെ ഈ ബസ് തന്നെ എന്ത് ഈ കാണിക്കണേ? ഈ ബസ് തന്നെ എന്താ പൊട്ടനാണോ? മാട്ടുടിക്കൊണ്ടാണ് ഇടിച്ചേട്ടണേ. അതെനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എടാ ഈ ഹരിയാനക്കാരനെ എന്താ കാണിച്ചേ? അല്ലേ പിന്നെ ഗൈസ്. അപ്പോൾ നോക്കേ സത്യത്തിൽ ആരാ ഗൈസ് തെറ്റ് ചെയ്ത്? അതൊരു ഗൈസ് നമുക്കപ്പോൾ ലൊക്കേഷൻ എവിടെയാന്ന് നോക്കിയാലോ ഗൈസ്. നമ്മൾ കോയമ്പത്തൂരായി കേട്ടോ. ഇതുണ്ടില്ലേ? അയ്യ ഗൈസ് ഗൈസ് ഉണ്ട്. ഞാൻ റിവേഴ്സ് എടുക്കട്ടെ. ഫുൾ പവറിൽ നമുക്ക് എടുക്കാം. ഞാനെന്തിനാ അങ്ങോട്ട് കൊണ്ടുപോയേ? ഞാനെന്തിനാ ഹാൻഡ് ബ്രേക്കും ചവിട്ടിയേ ഗൈസ്? അപ്പോൾ നമുക്ക് റിവേഴ്സ് എടുത്ത് പോവാട്ടെ. എന്തിനാ ഞാൻ ഗൈസ് മുത്തശ്ശിയൊന്ന് നോക്കി ഇങ്ങനെ പോവോ? അതേ, ഞാൻ ആ മുത്തശ്ശീനെ ഇടിച്ചിട്ട് പോയി. ഓക്കെ ഗൈസ്, നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ ആൾക്കാരെ എല്ലാവരെയും ഇറക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ആൾക്കാരെ ഇറങ്ങുന്നുണ്ട്. ഒരാളേ ഉള്ളൂ. ബാക്കിയുള്ളവരെ ഇറങ്ങുന്നവർ ഈ കാണുന്നില്ല. ഒരാൾ എത്രയേ ഉള്ളൂ നന്നായിട്ട് ഇറങ്ങിയുള്ളൂ. അതെന്തെങ്കിലും ആട്ടെ. യെസ്, അങ്ങനെ നമ്മൾ പൈസ എടുത്തിട്ടുണ്ട് ഗൈസ്.
അപ്പം ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. അടുത്ത പ്രാവശ്യം നമുക്ക് ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യ ഓപ്പൺ ആക്കാൻ പറ്റുമോ നോക്കി നോക്കാം. അപ്പം മറ്റൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.